പിട്ടാപ്പള്ളി ഏജൻസീസ് ഓണവണ്ടി. Brought to you by Pittapalli Agencies, powered by Tasty Nibbles, co-powered by Swarnamukhi Gold and Diamonds, Kerala Grameen Bank and UGS Gold Loans, in association with SK Hospital, Pothys, Chunga Jewelry and Atmiyam Ghee. അപ്പൊ നമ്മളെ പിട്ടാപ്പള്ളി ഏജൻസിയുടെ ഓണവണ്ടി ഓടി എത്തിച്ചേർന്നത് നിന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് അല്ലേ? നഴ്സിംഗ് കോളേജിലെ കൂട്ടുകാരാണ് അല്ലെ? നിംസം നഴ്സിംഗ് കോളേജിലെ കൂട്ടുകാർ. സാധാരണ നഴ്സിംഗ് കോളേജിലെ കൂട്ടുകാരെയൊക്കെ നമുക്ക് എന്താണ് മറ്റേ വെള്ള ഡ്രസ്സിൽ അല്ലെങ്കിൽ നീല ഡ്രസ്സിലൊക്കെ കാണാൻ പറ്റും. ഇന്നത്തെ ഓണം വൈബിൽ എല്ലാരും കൂടെ എത്തിയിരിക്കുകയാണ്. സാരിയും ഷർട്ടും ഇട്ട് എല്ലാരും റെഡിയായി. അതെ, ഓണം എന്ന് പറയുന്നത് ഈ സ്ട്രെസ് ഒക്കെ എന്നുണ്ടായി? ഓണം എന്ന് പറയുന്നത് അർമാദിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അല്ലെ? ക്യാമ്പസുകളിലെ അത് തന്നെയാണ് അല്ലേ ഓണത്തിന്? നിങ്ങൾക്ക് ശരിക്കും സ്ട്രെസ് ഒക്കെ ഉണ്ടോ? ശരിക്കും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ? എന്താ പഠിത്തത്തിൽ ഭയങ്കര സ്ട്രെസ് ആണോ? ഇത് മറ്റേ അങ്ങനെ ഈ ഓരോ സപ്ലിമെന്ററി അത്ര സ്ട്രെസ് ഉണ്ടോ? ആ സ്ട്രെസിന്റെ ഇടയ്ക്ക് ഈ സ്ട്രെസ്സിൽ നിന്നിട്ടാണോ നിങ്ങൾ ആൾക്കാരെ സ്ട്രെസ് ആയിട്ട് വരുന്നവരെയൊക്കെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയൊക്കെ വിടുന്നത്? അങ്ങനെ നിങ്ങൾക്ക് തന്നെ ആദ്യം ഒരു കൈയ്യടി കൊടുക്കുവോ? അല്ലേ? കട്ട സ്ട്രെസ്സിൽ നിന്നിട്ടാണ് അവര് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് വിടുന്നത്. അപ്പൊ അവരെ സന്തോഷിപ്പിക്കാനാണെന്ന് നമ്മൾ രണ്ടുപേരും എത്തിയിരിക്കുന്നത്. ഞാൻ പ്രദീപ് പ്രഭാകർ. ഇനി ഞാൻ ദേവിക ശബരീഷ്. നിനക്ക് സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ നമ്മള് ഇനി എല്ലാ കൂട്ടുകാരും ഇങ്ങനെ വെയിലത്ത് നിൽക്കുകയാണ്. നമുക്കറിയാമല്ലേ, നമ്മുടെ നാട്ടില് മഴ വന്നു കഴിഞ്ഞാൽ മഴയുടെ ഓണം, ഈ വെയിൽ വന്നു കഴിഞ്ഞാൽ വെയിലിന്റെ ഓണം. അപ്പൊ ഏതിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്തിരി കടുപ്പമാണ് നമ്മുടെ കാലാവസ്ഥ. അതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് അവരെ നിർത്തണ്ട. നമുക്ക് ഒരു ഗെയിമിൽ അങ്ങ് തുടങ്ങിയാലോ? കലമടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓണത്തിന് നമ്മുടെ കേരളീയർ ഇറക്കിയ ഒരു മാർഗമാണ്. അതുപോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിൽ തുടങ്ങാം? കലമുടക്കൽ മത്സരമോടുകൂടി ആരംഭിക്കാൻ പോവുകയാണ്. ഈ കല അടിച്ചു പൊട്ടിക്കാനായിട്ട് ആദ്യമായിട്ട് ആരാ വരുന്നത്? എല്ലാ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞത് എനിക്കറിയാം. അങ്ങനെ ആദ്യമായിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല. ആരെങ്കിലും മോളുടെ പേരെന്താണ്? പവിത്ര. എവിടെന്നാ പറഞ്ഞേ? എറണാകുളം. ഓ, എറണാകുളത്തെ പവിത്ര. ഏത് ഇയർ? തേർഡ് ഇയർ. എങ്ങനെയുണ്ട് നഴ്സിംഗ്? ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി പോവോ? പോണം, രക്ഷപ്പെടണം. അപ്പൊ രക്ഷപ്പെടണം. ഈ എവിടെ പുറത്തോട്ടാണോ പോണേ? ഇവിടെ തന്നെ പുറത്തു പോണം. ഇവിടെ ഒന്നും കാര്യമില്ല. ശരി, എന്തായിരുന്നാലും എവിടെ പോയി കഴിഞ്ഞാലും ഓണം ആഘോഷിക്കണമെങ്കിൽ എവിടെ വരണം? നാട്ടിൽ വരണം. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഓണം ഇത് ആഘോഷിക്കാൻ പോവാണ്. കണ്ണടച്ചോ. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഒന്ന് കൊണ്ടുപോയി എവിടെയെങ്കിലും ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി കറക്കി വിട്ടോ. ഡയറക്ഷൻസ് കൊടുക്കേണ്ടത് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ. അതെ, നിങ്ങൾ ചുറ്റും നിന്നിട്ട് ഡയറക്ഷൻ കൊടുക്കാം. എങ്ങോട്ട് ലെഫ്റ്റോ റൈറ്റോ ഒക്കെ പോകാനുണ്ട്. അതാ കൊണ്ടുപോയിട്ടുണ്ട് കുഞ്ഞിനെ. ആദ്യത്തെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. പണ്ട് വേറൊരു കളി ഉണ്ടല്ലോ, ഞാൻ ഇത് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഉറിയടി മാത്രമേ എയറിലാണ് ഫുൾ ഇത്രയും കാലം. ആദ്യമായിട്ടാണ് ഇതുവരെ അടിച്ചു പൊട്ടിച്ചിട്ടില്ല. അതാണ് ഫസ്റ്റ്. അതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി. തന്നെ കുറച്ച് സമയം എടുത്തെങ്കിലും ആദ്യത്തെ കാലം തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിച്ച? പരതിയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തട്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ബുദ്ധിപരമായി നീങ്ങി. ഇനി ആരാണ് കലം ഉടയ്ക്കാനായിട്ട് വരുന്നതെന്നൊക്കെ നമ്മുടെ കൂട്ടുകാർ. അവിടെ നിന്ന് എല്ലാരും കൂടെ ഒരു കൂട്ടുകാരനെ ഭയങ്കര ഗ്യാങ് ആയിട്ട് കൊണ്ടുവരുന്നു. അതിന് മുമ്പേ ഫ്രണ്ടിൽ ഒരാൾ വന്ന് ഹലോ ഞാനുണ്ട്. സോറി, അടുത്തതിൽ ഇറങ്ങും. അളിയനെ ഇറങ്ങും. പേരെന്താണ്? അരവിന്ദ്. മറ്റേ തേച്ചാളിയന്റെ പേര് ജെറിൻ. കണ്ടോ അവരെന്ത് മാത്രം സ്ട്രെസ്സിലൂടെയൊക്കെയാ പഠിച്ചു വരുന്നില്ല. നമ്മള് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോ ഇവരടുത്തൊക്കെയാ ചിലര് ദേഷ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് കല പിടിക്കാൻ ഇറങ്ങാം. പിന്നെ ഒരു കാര്യം കൂടെ, ഇനി ഇവിടെ ഇദ്ദേഹമൊക്കെ എത്തുമ്പോ ആലോചിക്കുക,
ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിൽ വന്ന് നേഴ്സുമാരത് പ്രശ്നം ഉണ്ടാക്കിയാൽ ഇതാ ഈ കലത്തിന് പിള്ളേർ കമ്പ് വെച്ച് തല്ലി പൊട്ടിക്കണ കണ്ടല്ലോ, ഇതുപോലെ ഇരിക്കും. കണ്ണ് കാണാൻ പറ്റുന്നുണ്ടല്ലേ? ആ ചെറുതായിട്ട് വെളിച്ചുണ്ടായിരുന്നത് കെട്ടി കൊടുത്തത്. ഓക്കെ അതെ, ഹോസ്പിറ്റലുകളിൽ വന്ന് ഡോക്ടർമാരെയും നഴ്സുമാരെയും ആക്രമിക്കുന്നവർക്കെതിരെയുള്ള ഒരു ആക്ഷനാണ് അദ്ദേഹം കാണിക്കുന്നത്. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കലത്തെ തല്ലിപ്പൊട്ടിക്കുന്ന എന്തും സംഭവിക്കാം ഏത് നിമിഷവും. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും കലവടി തുടരുകയാണ്. ഇനി ആരാണ്? ജമാലു 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 ഇതാണ് ജമാലു 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 ഇവരുടെ കൂടെ തന്നെ BSc നഴ്സിംഗ് തന്നെ. ഇത്ര ഗൗരവം എന്തായാലും അടിക്കാൻ പോണേ ചവിട്ടി വീഴണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓ അങ്ങനെ. ആദ്യം ഒരു പ്രിക്കോഷൻ എടുത്താണല്ലേ? ഓക്കെ, ഇതെങ്ങനെ ഈ ജമാലു എന്നുള്ള പേര് എങ്ങനെ കിട്ടിയത്? എനിക്ക് പറഞ്ഞൂടാ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല. എന്തെങ്കിലും കാര്യം കാണും. ഇല്ല, റാണ്ടായിരുന്നു, എപ്പോഴും വീണു. കോളേജിൽ വരുമ്പോ അങ്ങനെയാണല്ലോ, എപ്പോഴെങ്കിലും ഒരു പേര് വേറെ ആരെങ്കിലും തിരിച്ചു വെച്ച് തരും, അത് നമുക്ക് കിട്ടും. നല്ല പേര് ജമാലു കാണുന്നില്ലല്ലോ. ഈ ജമാലുവിനെ വിശ്വസിക്കാം. സത്യം പറയുന്ന ആളാണോ? ഒന്ന് കണ്ടുവിടുന്നു. നിങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, ഗ്രൗണ്ട് സപ്പോർട്ട്. നിങ്ങളെ ഭയങ്കര വിശ്വാസമുള്ള ഒരു കൂട്ടുകാരനായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ വിശ്വാസം കാത്തുരക്ഷിക്കുക. വടി തരാം. ഇയാളാണ് ജമാലു എന്നുള്ള പേര് എനിക്ക് പറഞ്ഞു തന്നത്. ഇതാണ്ട ഈ ബൈഡിലൊന്നും ഇങ്ങനെ ആക്കിയാൽ കിട്ടും. ശരി, അരുൺ അരുൺ അരുണാണ് കൂട്ടുകാരന്റെ കാലമടി മത്സരം. ഹായ്, അപ്പൊ നമ്മളെ അല്ലെ ഓണവണ്ടിയിൽ ആദ്യത്തെ മത്സരം വിജയിക്കുള്ള സമ്മാനദാനമാണത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ സമ്മാനദാനം നിർവഹിക്കാനായിട്ട് ഒരു താരം വരികയാണ്. ആരാ? നിംസ് മെഡിസിറ്റിയിലെ പത്മജ ടീച്ചർ. നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ കൂട്ടുകാർക്ക് ടീച്ചറെ എന്ത് പറയുക, പിള്ളേരൊക്കെ പറയുകയാണ്, ഈ സ്ട്രെസ്സിന്റെ ഇടയിൽ ഭയങ്കര ഒരു റിലീഫ് ആയി പോയെന്ന്. ഇത്രയ്ക്ക് സ്ട്രെസ് ഉണ്ടോ ഇവർക്ക്? അത്യാവശ്യം സ്ട്രെസ് ഉണ്ട് സർ. ഉണ്ടല്ലേ? അവർക്ക് റിക്വയർമെന്റ്സ്, ക്ലിനിക്സ്, അങ്ങനെ നല്ല റഷാണ് കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും ഒത്തിരി സന്തോഷം. ആദ്യം ഒന്ന് പെട്ടുപോയെങ്കിലും ഫസ്റ്റ് പ്രൈസ്. ഡബിളിൽ ഓണവണ്ടിയിലെ കലമടിയിൽ 2ാം സ്ഥാനം നേടിയ അരവിന്ദ്.
സാധാരണ 1ാം സമ്മാനം 2ാം സമ്മാനത്തിനൊക്കെ ആയിരിക്കും കൈയടി. 3ാം സമ്മാനത്തിന് കൈയടി കാണണോ? എന്നതാ കണ്ടോ? ജമാലു! ഇത്രയും പ്രതീക്ഷയില്ല. അതാണ് സൂപ്പർ സ്റ്റാറിന്റെ പടത്തില് സൂപ്പർ സ്റ്റാർ ലേറ്റ് ആയിട്ട് ഇറങ്ങുള്ളൂ, കൈയടി അപ്പോഴേ വരത്തുള്ളൂ ഇടവേള സമയത്ത്. 2 വാക്ക്. ഇനിയൊരു തിരിച്ചറിവില്ല. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മള് നിംസ് മെഡിസിറ്റി നെയ്യാറ്റിൻകരയിലെ കൂട്ടുകാർക്കൊപ്പമാണ്. അപ്പൊ എല്ലാരും ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലേ? ഓണത്തിന് എല്ലാവരും സുന്ദരികൾ. അതുകൊണ്ട് സുന്ദരിമാർക്ക് സുന്ദരിയും സുന്ദരന്മാരും ഉണ്ട്. സുന്ദരന്മാരെയും സുന്ദരികളെയും നമ്മൾ വിളിക്കാൻ പോകണം. ഈ സുന്ദരിക്ക് പൊട്ടുതൊടൽ, ഈ സുന്ദരിയെ പൊട്ടുതൊട്ട് നിങ്ങളെ പോലെ ആക്കി മാറ്റണം. അതാണ് ഇന്നത്തെ മത്സരം, സുന്ദരിക്ക് പൊട്ടുതൊടൽ. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് നേരത്തെ കഴിഞ്ഞ കളിയോട്ടെ ഒരു മനുഷ്യനെ അവിടെ തേച്ച് നിർത്തിയിരിക്കാനോ എല്ലാരും കൂടെ. ആ മനുഷ്യനെ ഇങ്ങനെ വിളിക്കാം. വരും നമ്മുടെ താരം വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു ബാച്ചിൽ ഏറ്റവും കൂടുതൽ ഫാൻസും ഗ്രൗണ്ട് സപ്പോർട്ടും ഒക്കെ ഉള്ളത് ജെറിനാണ്. ആണ്. അതെ. എങ്ങനെ? അത് നമ്മുടെ പെർഫോമൻസ് കണ്ട് വീണതാണ്. എന്ത് പെർഫോമൻസ് എന്ന് പറയുമ്പോ? പെർഫോമൻസ് എല്ലാ കായിക മത്സരങ്ങളും എല്ലാത്തിലും ഉണ്ട്. ഭയങ്കര പെർഫോമൻസ് ആണോ പുള്ളി? സുന്ദരിക്ക് പൊട്ടുതൊടാവൻ തന്നെ ഇതാണ് നിന്റെ പെർഫോമൻസ്? അവര് വേണ സുന്ദരിക്ക് പോടാ അവന്റെ പെർഫോമൻസ് പോയിട്ടേ ഉള്ളൂ. ചെറുതായിട്ട്. ഓക്കെ, ചെറുതായിട്ട്. ആള് പുലിയാണ്. ഗേൾഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും? ഇല്ല. എന്താണ് ഇത്രയും നല്ല സ്മാർട്ടായിട്ട് ഒരു ഗേൾഫ്രണ്ട്? നമ്മുടെ സ്റ്റാറ്റസിനൊത്ത് വരണം നോക്കിക്കൊണ്ട് നടക്കും. നമ്മളെ സ്റ്റാറ്റസിനൊത്ത് വരണം ഇവിടെ ഇല്ലെന്നാ പുള്ളി പറയുന്നത്. അതുകൊണ്ടാ ഈ ക്യാമ്പസിലെ ഏറ്റവും ആത്മവിശ്വാസമുള്ള ഒരു കൂട്ടുകാരൻ. അയ്യോ, ഒരു പാവം മനുഷ്യൻ. എനിക്ക് തോന്നുന്നു ഈ ക്യാമ്പസിലെ ഏറ്റവും പാവം പിടിച്ച ഒരു മനുഷ്യനാണ് ഈ വന്നതെന്ന് തോന്നുന്നു. സിംഗം. ഇതിനെന്തിനാ ഈ സിംഗം എന്ന് വിളിക്കണത്? അതെ, അവരെ തന്നെ ചോദിച്ചു. എന്താ പുള്ളിക്ക് സിംഗം എന്ന് പേരിടാൻ കാരണം? നീ ഇടയ്ക്കിടയ്ക്ക് സടയെന്ന് കാണാനല്ലേ? സടയൊക്കെ പോയി. സട ഉണ്ടായിരുന്നു, സാമൂഹ്യ അകലായതുകൊണ്ട് മറ്റേ സട പോലെ നിന്നെല്ലാം കൂടെ. ഏറ്റവും നല്ലത് പണ്ടത്തെ മാസ്ക് ആയിരുന്നു. ആ മാസ്ക് എടുത്ത് കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വക കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ സിംഹത്തിന്റെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. ഇനി സിംഹത്തിന് പൊട്ടുകൊടുകയാണ്. സിംഹപ്പെണിന്റെ അടുത്തേക്ക് പോകുന്ന നമ്മുടെ സിംഹം. സിംഹം അല്ല, ആനന്ദ്. ആനന്ദ്. നിങ്ങളുടെ കോളേജിൽ മനുഷ്യരാരും പഠിക്കുന്നില്ലേ? സിംഗം വന്ന് അടുത്ത ആന വന്ന് ഗോഡ്സില ഉണ്ടല്ലോ അല്ലേ? ഗോഡ്സില അത് കൈവക്കി കാണിക്കോ? ഹലോ ഗോഡ്സില, ആനയെ മത്സരിപ്പിക്കട്ടാ? ആനയെ മത്സരിപ്പിച്ചു. സൈസ് അല്ലേ? സൈസ് വെച്ചിട്ട പേരാണ്. ചിഹ്നം വിളിയോടുകൂടി നമുക്ക് ആരംഭിക്കാം. കണ്ടുപിടിച്ചു. അപ്പൊ നമ്മുടെ ജനം ടിവിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ബിനീഷ്. ആ മനുഷ്യൻ എല്ലാവരും ഇങ്ങനെ കാണാനിരിക്കുന്നു. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. എല്ലാവർക്കും എന്തായിരുന്നാലും ഹാപ്പി ഓണം. പ്രത്യേകിച്ച് ഒരു നന്ദി പറയാനുള്ളത് നിംസിനോടാണ്. ഇവരെ ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കി തന്നതിന് നിംസിന്റെ മാനേജ്മെന്റിനോട് വളരെയധികം കടപ്പാടുണ്ട്. ജനം ടിവിക്ക് ഒരു കൈയടി കൊടുക്കാം. പോസിറ്റീവ് വാർത്തകൾക്ക് കൂടുതൽ പിന്തുണ കൊടുക്കുന്ന നമ്മുടെ ബ്യൂറോ ചീഫാണ് എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഹാപ്പി ഓണം. ക്യാമ്പസിൽ ഏറ്റവും ഫാൻസ് ഉള്ള ആളാണ്. തുടക്കം തൊട്ടേ എല്ലാ മത്സരത്തിലും പങ്കെടുപ്പിക്കാനാണ് ഈ പിള്ളേർ മുഴുവൻ. അതാണ് സകലകലാ വല്ലഭനായിട്ട് ഇവിടുത്തെ താരമായിരിക്കും അല്ലേ? ഞങ്ങളുടെ നാട്ടുകാരെ എവിടെയാണ്? കിള്ളി. ഞാൻ കാട്ടാക്കട സെന്ററിലാണ്. രണ്ട് കാട്ടാക്കട കരുതാ. കാട്ടാക്കട രക്ഷപ്പെട്ട് വലിയ താരമായ മറ്റൊരു താരത്തിന്റെ വരും കാല താരം ഏറ്റുവാങ്ങുന്നു. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്
മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ജനം TV പിട്ടാപ്പള്ളി ഏജൻസീസ് ഓണവണ്ടി brought to you by പിട്ടാപ്പള്ളി ഏജൻസീസ് Powered by Tasty Nibbles, co-powered by Swarnamukhi Gold and Diamonds, Kerala Gramin Bank and UGS Gold Loans, in association with SK Hospital, Pothys, Chunga Jewelry and Athmiyam Ghee. ജനം TV പിട്ടാപ്പള്ളി ഏജൻസീസ് ഓണവണ്ടിയിൽ ഇനിയൊരു കസേല കളിയാണ്. കൂട്ടുകാരെ പരിചയപ്പെടാതിനായിട്ട് പേരെന്താ? ഫാത്തിമ നൈമ, ഫാത്തിമ നൈമ, സയന, സൈന, ബർണാസി ബോസ്, ബർണാസി ബോസ്, പവിത്ര, സ്നേഹ, ജസീർ ഷാ, സ്നേഹ സുനിൽ, ചാന്ദിനി. അപ്പൊ തുടങ്ങിയാലോ? അപ്പൊ ഓരോരുത്തർ എല്ലാരും പോയി ഓരോ കസേരയിൽ ഇരുന്നോളൂ. ഇപ്പൊ ബെർണയാണ് ഇപ്പൊ എല്ലാരും കൂടെ കസേര തെറിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഇവർക്കിടയിൽ നിന്നും കസേര പിടിച്ചെടുക്കണം. മലയാളികൾക്ക് കസേര പിടിച്ചെടുക്കാനാണ്. എടുക്കും. സൈക്കോ ബാലനാണ് പോണത്. അഭിമാനം സൈക്കോ ബാലൻ. സാരമില്ല. ഓണവസ്ത്രം ഓണ ഡ്രസ്സൊക്കെ ആയിട്ട് ആഘോഷ തിമിർപ്പോട് കൂടി നമുക്ക് മുന്നിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കസേരകളിൽ അതാണ്. ഓ കുഴപ്പമില്ല. പങ്കെടുത്തതിൽ തന്നെ സന്തോഷം. ഓക്കെ റെഡി. പുറകോട്ട് വരാൻ പാടില്ല. ഒരാള് ഇവിടെ കാട്ടാക്കട അഭിമാനം സൈക്കോ ബാലനാണ് കൂടെയുള്ള. പേടിയുണ്ടോ? ഓക്കെ. ബാലനും ബെർണയും തമ്മിലുള്ള അതിതീവ്രമായ പോരാട്ടം എന്നാണ് കൂട്ടുകാർ വിളിച്ച് പറയുന്നത്. ബാലൻ ബെർണയെ പേടിയുണ്ടോ? ഇല്ല. ഇതൊരു എതിരാളിയായി മാറുമോ? ഇല്ല. വിട്ടുപിടിക്കോ? ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ബാലൻ. സമ്മാനദാനം നിർവഹിക്കാനായിട്ട് എത്തുന്നത് പ്രിയപ്പെട്ട ആഷ്മിമാൻ. ഈ കൂട്ടുകാരുടെ ഈ മത്സരം കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മള് പിള്ളേരൊക്കെ പുലിക്കുട്ടികളാണ്. ഇനി ഒരു വടംവലിയാണ്. വടംവലിയില് ഒരു വാഴക്കുലയാണ് സമ്മാനം കേട്ടോ. ഇപ്രാവശ്യം കൊല നമുക്ക് തന്നെ. ക്യാപ്റ്റൻ. ക്യാപ്റ്റന്റെ പേരെന്താണ്? അനുശ്രീ ക്യാപ്റ്റനും ഇപ്പുറത്ത് ജെറിൻ ക്യാപ്റ്റനും. ജെറിന്റെ ടീമുകാരോട് അവരൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ആന നിൽക്കുന്ന ടീമിനാണ് കൊല വിധിച്ചിട്ടുള്ളത്. അത് ആ കൊല ആന ഇങ്ങ് എടുക്കുമെന്ന്. എന്താണ് പറയാനുള്ളത്? ആനല്ലേ കൊണ്ടോട്ട്. അങ്ങനെ കൊലയുമായി ആനയും സംഘവും. അപ്പൊ രണ്ടാമത്തെ മത്സരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ജനം TV ഓണവണ്ടിയിലെ വീറും വാശിയേറിയ അവസാനത്തെ മത്സരമായിട്ടുള്ള ഓണംവലി ആരംഭിക്കാൻ പോവുകയാണ്. ആന കയറി മേഞ്ഞ് ഇതാണ് വാശി, വീറും വാശി. എന്താണ് പറയാനുള്ളത്? ആദ്യമേ പറഞ്ഞ കോല നമ്മളെ എടുത്തിട്ടുണ്ട്. തോറ്റ ടീമിന് പോവാം. അങ്ങനെ ആവേശഭരിതരായിട്ട് നിൽക്കുകയാണ് നമ്മുടെ നിംസ് നഴ്സിംഗ് കോളേജിലെ കൂട്ടുകാർ. ഇന്നത്തെ ഈ ഓണം ശരിക്കും കളറാക്കി കളഞ്ഞു കൂട്ടുകാര്. അപ്പൊ ആ കൂട്ടുകാർക്ക് സമ്മാനം കൊടുക്കാനായിട്ട് അവരുടെ ടീച്ചേഴ്സ് മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ടീച്ചറെ
പേര്? പത്മജ, ആ, പത്മജ ടീച്ചറെ. ആ, ശരണ്യ, ശരണ്യ ടീച്ചർ. ആ. അബിയ, പ്രിയങ്ക അമല. എന്ത് തോന്നുന്നു ഈ കുട്ടികളുടെ ഈ ഒരു എനർജി കണ്ടിട്ട് മിസ്സേ? അവര് പൊളിയല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ വടംവലിയിൽ വിജയിച്ച വിജയികൾക്കുള്ള സമ്മാനമാണ്. കൂട്ടുകാരും ആനന്ദ കുലമക്കൾ. എന്തായിരുന്നാലും ഒരിക്കലും മറക്കത്തില്ല. നെയ്യാറ്റിൻകര നിംസിലെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൂട്ടുകാരെ ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് എനർജിയാണ് വാരി വിതറി തന്നിട്ട് പോയത്. അപ്പോ ജനൻ TV പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഓണവണ്ടി Powered by Tasty Nibbles, co-powered by Swarnamukhi Gold and Diamonds, Kerala Gramin Bank and UGS Gold Loans. അസോസിയേഷൻ SK Hospital, Pothys, Chunga Jewelry and RVM Key. അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്മുടെ നെയ്യാറ്റിൻകരയിലാണ് എത്തിയത്. നെയ്യാറ്റിൻകരയിൽ എത്തിയ ഇന്നത്തെ ഓണവണ്ടി തൽക്കാലം ഇവിടെ നീ ആവേശം ഏറ്റുവാങ്ങി മടങ്ങുകയാണ്. നമുക്കിനി അടുത്ത സ്ഥലത്ത് വെച്ച് വീണ്ടും കാണാം. ആർപ്പോ